ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇവാപ്പറേഷൻ. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഇവാപ്പറേഷൻ എന്ന് നോക്കാം. സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് പറയുക: പ്രോസസ് ഡ്യൂറിംഗ് വിച്ച് എ ലിക്വിഡ് ചേഞ്ചസ് ഇൻ ടു ഗേഷ്യസ് സ്റ്റേറ്റ് അറ്റ് എനി ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ് ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇവാപ്പറേഷൻ. സോ ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് സ്റ്റേറ്റിനെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ്, കൺവേർട്ട് ചെയ്യുക, അതാണ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. പക്ഷെ അതിന് ടെമ്പറേച്ചറിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അറ്റ് എനി ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റിനേക്കാൾ കുറവായിട്ടുള്ള ടെമ്പറേച്ചറിൽ ലിക്വിഡ് സ്റ്റേറ്റ് ഗേഷ്യസ് സ്റ്റേറ്റ് ആയിട്ടുള്ള കൺവേർഷൻ നടക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇവാപ്പറേഷൻ എന്ന് വിളിക്കുക. സോ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്, ബോയിലിംഗ് എന്ന് പറഞ്ഞ ടേം പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ബോയിലിംഗ്, എന്താണ് ഇവാപ്പറേഷൻ? രണ്ടും സെയിം തന്നെയല്ലേ എന്ന് നമുക്ക് ചിലപ്പോൾ ഡൗട്ട് വരും. ബോയിലിങ്ങും ഇവാപ്പറേഷനും രണ്ടിലും ലിക്വിഡ് സ്റ്റേറ്റ് ഗേഷ്യസ് സ്റ്റേറ്റ് ആയിട്ട് മാറുകയാണ്, അത് ശരിയാണ്. പക്ഷേ ബോയിലിങ്ങിന്റെ കാര്യത്തിൽ ആ ബോയിലിംഗ് നടക്കണമെങ്കിൽ, ലിക്വിഡ് സ്റ്റേറ്റ് ഗേഷ്യസ് സ്റ്റേറ്റ് ആയിട്ട് മാറണമെങ്കിൽ അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് ശേഷമേ പറ്റുള്ളൂ. ആ ടെമ്പറേച്ചർ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോയിലിംഗ് ടെമ്പറേച്ചർ, ബോയിലിംഗ് പോയിന്റ്. ഓക്കെ. ഇൻ ദ കേസ് ഓഫ് ഇവാപ്പറേഷൻ ആണെങ്കിലോ ആ ബോയിലിംഗ് പോയിന്റ് മുതൽ മുകളിലോട്ടാണ് ബോയിലിംഗ് നടക്കുക. ഓക്കെ, ബോയിലിംഗ് പോയിന്റിലും അതിന് മുകളിലുമാണ് ബോയിലിംഗ് നടക്കുക. പക്ഷെ ഈ ബോയിലിംഗ് പോയിന്റിന് താഴെയുള്ള ടെമ്പറേച്ചറിലും ചില സമയത്ത് ലിക്വിഡ് സ്റ്റേറ്റ് ഗേഷ്യസ് സ്റ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാറുണ്ട്. അതിനെയാണ് നമ്മൾ ഇവാപ്പറേഷൻ എന്ന് വിളിക്കുക. അതാണ് ഡിഫറൻസ്. ബിലോ ദ ബോയിലിംഗ് പോയിന്റ് ഇവാപ്പറേഷൻ, ദാറ്റ് ബോയിലിംഗ് പോയിന്റ് ഓൺവേർഡ്സ് ദാറ്റ് ഈസ് ബോയിലിംഗ്. ബോത്ത് ആർ ദ ചേഞ്ചസ് ഫ്രം ലിക്വിഡ് സ്റ്റേറ്റ് ടു ഗേഷ്യസ് സ്റ്റേറ്റ്. ഓക്കെ, ഇത് നമുക്ക് അതിന് എങ്ങനെയാണ് അത് നടക്കുക, അതിൻ്റെ എക്സ്പ്ലനേഷൻസ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഒരു ബീക്കർ എടുക്കുകയാണ്, ഒരു ബീക്കർ. ഓക്കെ, ആ ബീക്കറിൽ ഓൾറെഡി വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഒരു വാട്ടർ ഫിൽഡ് ബീക്കർ എൻ്റെ കയ്യിലുണ്ട്. നമുക്കറിയാം വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഓരോന്നിലും ഓരോ മോളിക്യൂൾസിന്റെ കണ്ടൻസ് ഉണ്ട്, അല്ലെ? മോളിക്യൂൾസ് ഉണ്ട്, ആറ്റംസ് ഉണ്ട്, മോളിക്യൂൾസ് ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ ഓരോ മോളിക്യൂൾസിനും അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ഷൻ ഉണ്ട്. The force of attraction in between the atoms, in between the molecules, that is called as intermolecular force of attraction. അപ്പോൾ ഞാനൊരു ബീക്കറിൽ വെള്ളം എടുത്തു. ആ വെള്ളത്തിൻ്റെ അകത്ത് നമുക്കറിയാം ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് പ്രസന്റ് ആണ്. ഈ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അട്രാക്ഷൻ ഉണ്ട്. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് intermolecular force of attraction. ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ആ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണമാണ് അത് ആ ലിക്വിഡ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ഇതിലേക്ക് കുറച്ച് ടെമ്പറേച്ചർ കൊടുത്താൽ, അതർവൈസ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ടെമ്പറേച്ചർ കൊടുത്താൽ, ഈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് എനർജി. ആ എനർജി ഈ ലിക്വിഡ്സിന് കിട്ടിക്കഴിയുമ്പോൾ ലിക്വിഡ്സ് എന്ത് ചെയ്യാൻ തുടങ്ങും? ഈ ലിക്വിഡ്സിന്റെ ഉള്ളിലുള്ള മോളിക്യൂൾസ് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ മോളിക്യൂൾസ് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി കൂടും, അല്ലെ? അപ്പൊ നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തു, അതായത് കുറച്ച് എനർജി കൊടുത്തു. ആ എനർജി കാരണം മൂവ്മെന്റ് ഓഫ് ദ മോളിക്യൂൾസ് കൂടി, അതായത് കൈനറ്റിക് എനർജി മോളിക്യൂൾസിന് കൂടി. സോ കൈനറ്റിക് എനർജി കൂടുക എന്ന് പറഞ്ഞാൽ ഇത്രയും സ്പേസിൽ തന്നെ ഈ മോളിക്യൂൾസ് മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളൈഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കൊളൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കൂട്ടിയിടിക്കുക, കൊളൈഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കൊളൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്യും. ഓക്കെ, ഇതിന് കൈനറ്റിക് എനർജി കൂടി, മൂവ്മെന്റ് കൂടും. അപ്പോൾ കൊളീഷൻ നടക്കും. കൊളീഷൻ നടക്കുന്നത് കാരണം ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്ത് ഇത് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിക്വിഡ് സ്റ്റേറ്റിൽ ഇരിക്കാനുള്ള അതിന്റെ കേപ്പബിലിറ്റി മാറി കുറച്ചും കൂടെ ഫ്രീ മൂവ്മെന്റ് ആവും. അപ്പോൾ ഒരു ബീക്കറിൽ നിന്ന് കുറച്ചും കൂടെ ഒരു ഫ്രീ സ്പേസ്, കുറച്ചും കൂടെ ഒരു സ്പേസ് കൂടുതൽ സ്ഥലത്തേക്ക് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ആയി കുറച്ചും കൂടെ ഫ്രീ ആയിട്ട്, അല്ലെ? അല്ലെങ്കിൽ കണക്ഷൻ, ഒരു ഫോഴ്സ് ഇൻ ബിറ്റ്വീൻ ദം കുറഞ്ഞിട്ട് കുറച്ചുകൂടെ ഫ്രീ ആവാൻ തുടങ്ങും. അപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗേഷ്യസ് സ്റ്റേറ്റിലേക്കുള്ള ചേഞ്ച് അവിടെ തുടങ്ങാനായിട്ട് കാരണമാവും. അപ്പൊ ഇതാണ് സത്യം പറഞ്ഞാൽ ഇവാപ്പറേഷന്റെ സ്റ്റാർട്ടിങ്ങിന്, ഇവാപ്പറേഷന്റെ കാരണം എന്താണ്? ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. നമ്മൾ ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൊടുക്കുന്നത് മൂലം എനർജി കിട്ടിയിട്ട് കൈനറ്റിക് എനർജി കൂടി ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്യും. അവിടെ മുതൽ നമ്മുടെ ലിക്വിഡ് പതുക്കെ ഗ്യാസ് ആയിട്ട്, വേപ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അത് ബിലോ ബോയിലിംഗ് പോയിന്റ് ആണെങ്കിൽ, നമ്മൾ കൊടുക്കുന്ന ഈ ടെമ്പറേച്ചർ ബിലോ ദ ബോയിലിംഗ് പോയിന്റിനേക്കാൾ കുറവാണെങ്കിൽ അങ്ങനെ ആ
കുറവ് ടെമ്പറേച്ചർ കൊടുക്കുമ്പോഴും ഈ സെയിം പ്രോസസ്സ് നടക്കുന്നു. അതിനെയാണ് എന്ത് വിളിക്കുക? ഇവാപറേഷൻ എന്ന് വിളിക്കുക. ഇവിടെ നമ്മൾ ബോയിലിംഗ് പോയിന്റ് ആണ് കൊടുക്കുന്നത്, അത്രയും ടെമ്പറേച്ചർ കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ അപ്പൊ നടക്കുന്ന ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ് ബോയിലിംഗ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, our next topic is rate of evaporation. ഇവാപറേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ്, ടെമ്പറേച്ചർ. സോ ടെമ്പറേച്ചർ കൂടുതൽ കൊടുക്കുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസസ്, ഇവാപറേഷനും ഇൻക്രീസ് ചെയ്യും. ശരിയല്ലേ? ടെമ്പറേച്ചർ കൂടുതൽ കൊടുക്കുമ്പോൾ മൂവ്മെന്റ് ഓഫ് ദ മോളിക്യൂൾസ് കൂടും. സോ അപ്പോൾ ലിക്വിഡിൽ നിന്ന് ഗേഷ്യസ് ആവാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. സെക്കൻഡ് വൺ, സർഫസ് ഏരിയ ഓഫ് ദ ലിക്വിഡ്. That means surface area is increases, evaporation is also increases. Okay, ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിന് ഞാനൊരു ചെറിയ പീസായിട്ട് കൺസിഡർ ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഈ പേപ്പറിനെ നനച്ച് വെയിലത്ത് കൊണ്ടുപോയിട്ടെന്ന് വിചാരിക്കുക, ഈ ചെറിയ പീസ്. ഓക്കെ, കുറേ സമയം എടുക്കും ഇത് വെറ്റായിട്ട് വരാൻ. അതേസമയം ഈ പേപ്പറിൻ്റെ ഏരിയ ഞാനൊന്ന് കൂട്ടിയിട്ട് വെള്ളത്തിൽ മുക്കി പുറത്ത് കൊണ്ടുവന്ന് വെച്ചാൽ എളുപ്പം ഇത് ഇവാപ്പറേറ്റ് ചെയ്യും. എന്താ കാരണം? ഏരിയ കൂടിയപ്പോൾ ഇവാപ്പറേറ്റ് ചെയ്യാനുള്ള സ്പീഡ് കൂടുതലായിരിക്കും, ടെൻഡൻസി കൂടുതലായിരിക്കും. നെക്സ്റ്റ്, സ്പീഡ് ഓഫ് വിൻഡ്. നല്ല കാറ്റിൻ്റെ ശക്തി, സ്പീഡായിട്ടുള്ള കാറ്റുണ്ടെങ്കിൽ ഇവാപ്പറേഷൻ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ കണ്ടന്റിന്റെ പ്രസൻസിനെയാണ് ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുക. ഓക്കെ, അറ്റ്മോസ്ഫിയറിൽ ഓൾറെഡി വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ പിന്നെയും വാട്ടറിനെ അബ്സോർബ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവായിരിക്കും. അതായത് humidity increases, evaporation decreases. What is humidity? Already water content അറ്റ്മോസ്ഫിയറിലുള്ള എത്രമാത്രം വാട്ടർ കണ്ടന്റ് ഉണ്ടോ അതിനാണ് ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുക. ഹ്യൂമിഡിറ്റി കൂടുതലാണെങ്കിൽ പിന്നെ വാട്ടറിനെ അബ്സോർബ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവായിരിക്കും. ഹ്യൂമിഡിറ്റി കുറവാണെങ്കിൽ ഇവാപ്പറേഷൻ കൂടുതലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, നേച്ചർ ഓഫ് ദ ലിക്വിഡ്. പല ലിക്വിഡ്സിനും പല നേച്ചറാണുള്ളത്. പല ലിക്വിഡ്സിനും പല ബോയിലിംഗ് പോയിന്റും പല ടെമ്പറേച്ചർ എഫക്ട്സും ആണ് ഉണ്ടാവുക. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടുമ്പോൾ ഇവാപ്പറേഷൻ കൂടും. ബോയിലിംഗ് പോയിന്റ് കൂടുമ്പോൾ ഇവാപ്പറേഷൻ കൂടും. ഓക്കെ, ബിലോ ദ ബോയിലിംഗ് പോയിന്റിൽ മാത്രമേ ഇവാപ്പറേഷൻ നടക്കുകയുള്ളൂ. ബിലോ ദ ബോയിലിംഗ് പോയിന്റ് എത്തി അതിന് മുകളിലേക്ക് ആയി കഴിഞ്ഞാൽ ബോയിലിംഗ് ആണ് നടക്കുക. പക്ഷെ അതിൻ്റെ മീനിങ് എന്താ? ചെറിയ പോയിന്റിലും ഇവാപ്പറേഷൻ ഉണ്ടാവും. അപ് ടു ദ ബോയിലിംഗ് പോയിന്റ് ഒക്കെ കൂടി വരുമ്പോൾ ഇവാപ്പറേഷനും കൂടുതലായിരിക്കും. എക്സാമ്പിൾ, നമ്മളൊരു സ്പിരിറ്റ് എടുത്താൽ ആ സ്പിരിറ്റിൻ്റെ ഇവാപ്പറേഷൻ നോർമൽ വാട്ടറിൻ്റെ ഇവാപ്പറേഷനേക്കാൾ കൂടുതലായിരിക്കും അല്ലേ? നമ്മൾ പെട്രോളിന് പെട്ടെന്ന് അത് അബ്സോർബ് ആയിട്ട് പോകും. അപ്പോൾ ഡിഫറെൻറ്റ് നേച്ചർ ഓഫ് ലിക്വിഡ്സ് ഹാവ് എ ഡിഫറെൻറ്റ് ഇവാപ്പറേഷൻ റേറ്റ്. ഓക്കെ, so next continuation of the same topic, evaporation causes cooling. That is our topic. ഇതെങ്ങനെയാണ് സംഭവിക്കാന്ന് നോക്കാം. നമ്മുടെ ഇവാപ്പറേഷൻ നടക്കുമ്പോൾ എക്സാമ്പിൾ, നമ്മൾ ബോഡിയിൽ ഒരു ഡ്രോപ്പ് വാട്ടർ ഒഴിച്ച് നമ്മൾ വെയിലത്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ ഡ്രോപ്പ് ഓഫ് വാട്ടർ അറ്റ്മോസ്ഫിയർ അബ്സോർബ് ചെയ്യും. അപ്പോൾ അറ്റ്മോസ്ഫിയർ ഇവാപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഫോമിലിരിക്കുന്ന ഈ വാട്ടറിനെ വേപ്പർ ഫോമിലോട്ട് ആക്കണമെങ്കിൽ അതിന് കുറച്ച് ഹീറ്റ് വേണം അല്ലേ? എനർജി വേണം. ആ എനർജി എവിടെ നിന്ന് എടുക്കുക? നമ്മുടെ ബോഡിയിൽ നിന്നാണ് എടുക്കുക. അപ്പോൾ ഈ വാട്ടർ എന്ത് ചെയ്യും? ആ വാട്ടർ നമ്മുടെ ബോഡിയിൽ നിന്ന് ഹീറ്റ് എടുത്തിട്ട് അല്ലേ, ടെമ്പറേച്ചർ എടുക്കാന്ന് പറഞ്ഞാൽ ഹീറ്റ് എടുത്തിട്ട് ആ വെള്ളം ഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഹീറ്റ് നമ്മുടെ ബോഡിയിൽ നിന്ന് എടുത്തിട്ടാണ് അത് ഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം, വേപ്പറായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരുന്ന ഹീറ്റ് എടുത്തു, പിന്നെ നമ്മുടെ ബോഡിയിൽ ആ പർട്ടിക്കുലർ സ്പേസ് നമുക്ക് എന്താ ഫീൽ ചെയ്യുക? കൂളിംഗ് എഫക്റ്റ് ആണ് ഫീൽ ചെയ്യുക. ദാറ്റ്സ് എ റീസൺ ഇവാപ്പറേഷൻസ് ഫീൽസ് കൂൾ എഫക്റ്റ് ഇൻ അവർ ബോഡി ഓർ എനിവെയർ. ഓക്കെ, സോ ഇറ്റ്സ് അബ്സോർബ് ഹീറ്റ്. ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും ആബ്സെൻസ് ഓഫ് ഹീറ്റ്, ദാറ്റ് ഈസ് കൂളിംഗ്.